ഹലോ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഉള്ളിലുള്ള ആകെ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ അതിനെ ഡെഫിനിഷനായിട്ട് പറയാം, ദ ടോട്ടൽ ഓഫ് ആൾ ദ പോസിബിൾ കൈൻഡ്സ് ഓഫ് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കാൾഡ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. അതിൽ വായിക്കാം, ദി ടോട്ടൽ ഓഫ് ആൾ ദ പോസിബിൾ കൈൻഡ്സ് ഓഫ് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കാൾഡ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. ഒരു വസ്തുവിൽ, ഒരു സിസ്റ്റത്തിൽ ഉള്ള പോസിബിൾ എത്ര തരം എനർജീസ് പോസിബിൾ ആണോ അത്രയും എനർജികളെ പറയുന്ന പേരാണ് എന്ത്, ഇൻറ്റേർണൽ എനർജി. അതിൽ കൈനറ്റിക് എനർജി ഉണ്ടാവാം, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം, അതുപോലെ തന്നെ മോളിക്യൂൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മോളിക്യൂൾസിന് ഇൻട്രാക്ഷൻ, മൂവ്മെൻറ്റ്, ഇതെല്ലാം കൊണ്ട് ഉണ്ടാകാവുന്ന മറ്റ് ചില എനർജികളും കൂടെ ഉണ്ടാവാം. അങ്ങനെയുള്ള എല്ലാ പോസിബിൾ എനർജികളുടെയും ഒരു കോമ്പിനേഷനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ എനർജി. ഇനി ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഒരിക്കലും അതെങ്ങനെയാണ് ആ എനർജി കൈവന്നത് എന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫങ്ഷൻ. അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ് ഫങ്ഷനാണ് അല്ലേ. ഇൻറ്റേർണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. അതുപോലെ ഇൻറ്റേർണൽ എനർജി അതിൻ്റെ മാസിനെ നന്നായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. മനസ്സിലല്ലോ. സോ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദി മാറ്റർ contained in a system. It is classed as an extensive property. അതുകൊണ്ട് അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ സപ്പോസ് നമുക്കൊരു പല ബുക്കുകളിലും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റേർണൽ എനർജിക്ക് ഇ എന്ന് ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്. ഈ പുസ്തകത്തിൽ, നിങ്ങൾക്കുള്ള റെഫറൻസ് പുസ്തകത്തിൽ ഇൻറ്റേർണൽ എനർജിക്ക് യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യം പറയാം, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ മോളിക്കുലർ മോഷൻ കൊണ്ടും അതുപോലെ മോളിക്കുലർ ഇൻട്രാക്ഷൻ എന്നും ഉദ്ദേശിക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്നുള്ള രീതിയിലല്ല. ഇൻറ്റേർണൽ എനർജി മീൻസ് ദാറ്റ് എനർജി ഗെയിൻഡ് ബൈ ദ സിസ്റ്റം ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ അറ്റ് ദ മോളിക്കുലർ ലെവൽ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ കൈനറ്റിക് എനർജിനെയും വേറെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്കിവിടെ നോക്കുക, ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ഇറ്റ്സ് മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള കൈനറ്റിക് എനർജി, പിന്നെ വരുന്നത് എന്താണ്, അതിലെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഫാക്ടറും കൂടെ, അതായത് ഡ്യൂ ടു ദ മോഷൻ ആൻഡ് ഇൻട്രാക്ഷൻ അറ്റ് ദ മോളിക്കുലർ ലെവൽ. അതുകൊണ്ട് ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു വി പ്ലസ് കെ പ്ലസ് യു. അപ്പോൾ പല ബുക്കുകളിലും പല രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ റെഫറൻസ് ബുക്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു വി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി, കെ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആൻഡ് യു ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി. നമുക്കറിയാം എനർജിയുടെ യൂണിറ്റ് എന്താണ്, ജൂൾ തന്നെയാണ് അല്ലേ. ജൂൾ തന്നെയാണ് എനർജി. ഈ ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ടോട്ടൽ എനർജി എന്താണ്. ഇനിയിപ്പോൾ ഒരു ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് വരികയാണെങ്കിൽ, സോ U1 ഈസ് ദ ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി ആൻഡ് U2 ഈസ് ദ ഫൈനൽ ഇൻറ്റേർണൽ എനർജി. ദെൻ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ U, ദാറ്റ്സ് ഈക്വൽ ടു U2 മൈനസ് U1. സോ U2 മൈനസ് U1. സോ ഇനീഷ്യലി നമുക്കൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്, ഫൈനലി മറ്റൊരു എനർജിയാണ്. സോ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് U2 മൈനസ് U1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ U. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്, എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നും അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മലയാളത്തിൽ പറയാം, എന്താ മലയാളത്തിൽ പറഞ്ഞാൽ, ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ, ഊർജ സംരക്ഷണ നിയമം എന്ന് പറയും അല്ലെ. ഊർജ സംരക്ഷണ നിയമം എന്താണ്? ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിൻ്റെ വേറൊരു ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് തോ ഇറ്റ് മേ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ രണ്ടൊന്നും തന്നെയല്ലേ. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചോളം ഈ യൂണിവേഴ്സിൽ ഭൂമി ഒരു ഐസൊലേറ്റഡ് വസ്തുവാണ്.
അപ്പോൾ ഭൂമിയിലുള്ള എനർജി പുറത്തേക്ക് പോകുന്നില്ല, അത് ഉള്ളിലേക്ക് എക്സ്ട്രാ വരുന്നില്ല. കാരണം ഭൂമിയിലുള്ള എനർജി എന്നും കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ the total energy of an isolated system remains constant, though it may change from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഒരു വസ്തു, ഒരു സിസ്റ്റം എ എന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന സ്റ്റേറ്റിലേക്ക് മാറുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻറ്റേർണൽ എനർജി ഇ എ ടു ഇ ബി ആണ്. ഇ എയിൽ നിന്നും ഇ ബിയിലേക്ക് മാറുന്നു. സോ ചേഞ്ചിൻ്റെ എനർജി എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഇത് വേറൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അവിടെ ഇൻറ്റേർണൽ എനർജിക്ക് ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ റെഫറൻസ് ബുക്കിൽ ഇൻറ്റേർണൽ എനർജിക്ക് യു എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ ഡെൽറ്റ ഇ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആക്ച്വലി ഡെൽറ്റ യു തന്നെയാണ്. സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഇ ബി മൈനസ് ഇ എ. ദിസ് എനർജി ചേഞ്ച് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ എവല്യൂഷൻ ഓഫ് ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ബൈ വർക്ക് ബീയിങ് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, സോ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് മുന്നേ ഇത് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. സോ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോമാണ് നമ്മൾ പറയുന്നത്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു തന്നെയാണ് കേട്ടോ. ഡെൽറ്റ യു മീൻസ് ഇൻറ്റേർണൽ എനർജി. അത് എന്ത് തന്നെയാണ്? ക്യൂ മൈനസ് ഡബ്ല്യു ആണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്ത ഹീറ്റ്. അതുപോലെ ആ ഹീറ്റ് സ്വീകരിച്ചുകൊണ്ട് ആ സിസ്റ്റം ചെയ്ത വർക്കാണ് ഡബ്ല്യു. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഹീറ്റ് മൈനസ് വർക്ക്. അപ്പോൾ ഹീറ്റിൻ്റെ ഒരു ഭാഗം അത് വർക്കിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഹീറ്റിൽ നിന്നും വർക്കിന് വേണ്ടി ഉപയോഗിച്ച ഹീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എനർജിയാണെന്ത്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എനർജി ക്രിയേറ്റ് ചെയ്യാനോ അത് നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിന് ഇത്തിരി ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഹീറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ ഫോം, മീൻസ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലേ? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത അത്രയും ഹീറ്റ് പിന്നെ ഉണ്ടാവില്ല, അത് ഒരു ഭാഗം വർക്കായിട്ട് മാറും, ബാക്കി അവിടെ റിമെയിൻ ചെയ്യും. Thus, first law may also be stated as the net energy change of a closed system is equal to the heat transferred to the system minus the work done by the system. അപ്പോൾ നമുക്ക് പറയാം, ഫസ്റ്റ് ലോയെ നമുക്ക് അങ്ങനെയും പറയാം. നെറ്റ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ഹീറ്റ് കൊടുത്തത് മൈനസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മറ്റ് ചില രൂപങ്ങളിലേക്ക് നോക്കാം. നോക്കൂ, ഇവിടെ 3 രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. Whenever energy of a particular type disappears, equivalent amount of another type must be produced. അത് തന്നെയല്ലേ പറയുന്നത്? Total energy of a system and surroundings remains constant. It is impossible to construct a perpetual motion machine that can produce work without spending energy on it. അപ്പോൾ ഇത് 3 ഡെഫിനിഷനുകളാണ്. പക്ഷെ നമുക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, although it may be converted from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് വരാം. ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം ഒന്നുകൂടെ പറയാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പം ഇത് ഞാൻ നമ്മുടെ റെഫറൻസ് പുസ്തകം ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു നമുക്കറിയാം, ക്യൂ എന്താണെന്ന് അറിയാം, അല്ലേ? ഹീറ്റും വർക്കുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോയിൽ മെയിനായിട്ട് എന്താ വരുന്നത്? ഹീറ്റും അതുപോലെ വർക്കുമാണ് വരുന്നത്, അല്ലേ? ഇറ്റ് ഹാസ് ആൾസോ ബീൻ എക്സ്പെരിമെൻ്റലി ഒബ്സർവ്ഡ് ദാറ്റ് ഇഫ് എ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ്, ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് പോകുന്നില്ല, സറൗണ്ടിങ്സിന് ഹീറ്റ് ഇങ്ങോട്ട് വരുന്നുമില്ല. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിലെ ഹീറ്റ് ഇൻറ്റേർണൽ എനർജി എങ്ങോട്ടും പോകുന്നില്ല, അല്ലേ? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. Hence, first law of thermodynamics may also be stated as the internal energy of an isolated system is constant. അപ്പോൾ ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആണെങ്കിൽ, അല്ലേ? ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നു. ആ ഫ്ലാസ്കിന് നന്നായി അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഫ്ലാസ്കിലേക്ക് പുറത്തുനിന്ന് ഹീറ്റ് വരുന്നില്ല, ഉള്ളിലെ ഹീറ്റ് പുറത്തേക്ക് പോകുന്നില്ല. സോ ആ ഫ്ലാസ്കിലെ വെള്ളത്തെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി എന്നും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ എനർജി ലോസ് ചെയ്യുന്നില്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ എനർജി അതിനുള്ളിൽ ഉണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒന്നുകൂടെ പറയാം. എന്താണ്? ദ ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയാം, അല്ലെ? എന്നും അതൊരു കോൺസ്റ്റന്റ്. നമുക്കിവിടെ കുറച്ച് ടേംസ് പറയുന്നുണ്ട്. ഡബ്ല്യുവിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂസ് ആണ്. അപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെ? വർക്ക് ഹീറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെ, എക്സ്പാൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. In spite of numerous efforts, man's inability to construct a perpetual motion machine, എന്താണ് സംഭവം? One which produce work without the disappearance of an equivalent amount of energy. അപ്പോൾ ഒരു പെർപ്പച്വൽ മോഷൻ മെഷീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താണ് അങ്ങനത്തെ ഒരു മെഷീൻ്റെ പ്രത്യേകത? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ വർക്ക് ഉണ്ട് താനും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം കൊടുക്കുന്ന ഹീറ്റിൻ്റെ ഒരു ഭാഗമാണ് വർക്കായിട്ട് മാറുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവില്ല. ഈ സൈറ്റഡ് ആസ് പ്രൂഫ് ഫോർ ദ വാലിഡിറ്റി ഓഫ് ദ ലോ. നോ എക്സെപ്ഷൻസ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ടു ദ ലോ ഇഫ് ദ മാസ് എനർജി ഈക്വലൻസ് ഈസ് ആൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. സോ ദ ടേം വർക്ക്, അല്ലേ, W ഇൻക്ലൂഡ്സ് പ്രഷർ വോളിയം വർക്ക്. അപ്പോൾ നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യുമ്പോഴാണ് വർക്ക് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? നല്ല പ്രഷർ എടുക്കുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യും. നല്ല വോളിയം കൂട്ടണമെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഷൻ എന്നും പറയാം, അല്ലെ? പ്രഷർ വോളിയം വർക്കിന് നമുക്ക് എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പോൾ എക്സ്പാൻഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബലൂൺ വീർപ്പിക്കുകയാണ്. അപ്പോൾ ഇനീഷ്യലി ബലൂൺ എന്താ പറയുക, ചെറുതായിരുന്നു. അതിലേക്ക് കാറ്റ് ഊതി നിറയ്ക്കുമ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അപ്പോൾ നമ്മളവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ എനർജി എയർ ഉള്ളിലേക്ക് വന്ന ആ എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ബലൂണിനെ വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? വലുതാക്കുകയാണ് ചെയ്യുന്നത്. സോ അത് എക്സ്പാൻഷൻ വർക്കാണ്. ആൻഡ് ഓൾ അതർ ടൈപ്സ് ഓഫ് വർക്ക്. അതുപോലെ വർക്ക് തന്നെ എക്സ്പാൻഷൻ മാത്രമല്ല, നോൺ എക്സ്പാൻഷൻ വർക്കുകളും ധാരാളം ഉണ്ട്. എനിവേ നമുക്കിവിടെ വേറൊരു ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. W ഈസ് പോസിറ്റീവ് വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ്? വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ്. W ഈസ് നെഗറ്റീവ് വെൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ആ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലേ? സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? W എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. Q ഈസ് പോസിറ്റീവ് വെൻ ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ Q ഈസ് പോസിറ്റീവ് ആയിരിക്കും. Q ഈസ് നെഗറ്റീവ് വെൻ ഹീറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം. സിസ്റ്റത്തിന് ഹീറ്റ് ലോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് Q നെഗറ്റീവും ആയിരിക്കും. Q ഈസ് നെഗറ്റീവ്. അതുപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റേണൽ എനർജിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റേണൽ എനർജി ചേഞ്ച്. അപ്പോൾ അതിന് എന്തുമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇന്റേണൽ എനർജി ചേഞ്ചിന്? ഒരുപാട് സിഗ്നിഫിക്കൻസ്. എന്താ പ്രധാന സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കും? കാരണം ഇന്റേണൽ എനർജി ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ വാഹനം ഓടാൻ വേണ്ടി നമുക്ക് സിലിണ്ടറിനുള്ളിൽ ഹീറ്റ് കൊടുത്താൽ മാത്രം മതിയോ? ഇല്ല. ആ ഹീറ്റ് ചേഞ്ച് ചെയ്ത് പിസ്റ്റനെ പൊക്കിയിട്ട്, അല്ലെ, പിസ്റ്റനെ തള്ളിയിട്ട് വർക്കായിട്ട് മാറി നമ്മുടെ ചക്രങ്ങളെ കറക്കണം. അപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? വാഹനം ഓടുന്നത്. സോ അവിടെ ഇന്റേണൽ എനർജിക്ക് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്, അല്ലേ? നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അത് പറയാം. ഫോർ എ പ്രോസസ് ഇൻവോൾവിങ് ഓൺലി പ്രഷർ വോളിയം വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുക. സോ W ഈസ് ഇക്വൽ ടു -P ഡോട്ട് WV. അപ്പോൾ -P ഡോട്ട് WV ആണ്, അല്ലേ? മൈനസ് പ്രഷർ, പിക്ക് മൈനസ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ W വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ -P ഇൻറ്റു ഡെൽറ്റ V എന്ന് പറയും. അപ്പോൾ ഡെൽറ്റ V എന്താണ്? ആ സിലിണ്ടർ, നമ്മൾ ഒരു പിസ്റ്റണാണ്, നമ്മൾ ഒരു എഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത്. ആ എഞ്ചിനിലെ പിസ്റ്റണും സിലിണ്ടറും. അപ്പോൾ ഡെൽറ്റ V ഈസ് എ ചേഞ്ച് ഓഫ് വോളിയം ഇൻവോൾവ് ആൻഡ് P ഈസ് ദ പ്രഷർ. P പ്രഷറാണ്, V എന്ന് പറയുന്നത്, ഡെൽറ്റ V എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയാണ്. സോ ഫ്രം ഇക്വേഷൻ 1 and 2, 1 and 2 നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡെൽറ്റ U ഈസ് ഇക്വൽ ടു, അല്ലേ, Q പ്ലസ് W അല്ലേ? Q പ്ലസ് Wൻ്റെ വാല്യൂ -P ഡോട്ട് ഡെൽറ്റ V കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ U എന്ത് കിട്ടും? Q മൈനസ്, പ്ലസ്സിന് മൈനസ് ആവും, -P ഇൻറ്റു ഡെൽറ്റ V. സപ്പോസ് ഈ വർക്ക് നടക്കുന്ന സമയത്ത് വോളിയത്തിന് ഒരു ചേഞ്ചും വരുന്നില്ല വിചാരിച്ചോളൂ. കോൺസ്റ്റന്റ് വോളിയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇന്റർചേഞ്ച് ചേഞ്ച് വരില്ല. അപ്പോൾ ഡെൽറ്റ V എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അവിടെ വർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇഫ് ഡെൽറ്റ V വിൽ ബി 0, അല്ലേ? നമുക്ക് ആ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തു നോക്കൂ. ഡെൽറ്റ V ഈസ് ഇക്വൽ ടു 0. അപ്പോൾ ഒരു നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്,
എന്നാൽ പിസ്റ്റൺ നീങ്ങുന്നില്ല. വോളിയം മീൻസ് വോളിയം ചേഞ്ച് വരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ആ എൻജിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതുകൊണ്ടാണ് ഡെൽറ്റ വി 0 ആകുമ്പോൾ W will be 0. If QV represents the heat absorbed or evolved by the system under such a condition, it follows from equation 3 that delta U is equal to QV. അപ്പോൾ ആ ഫാക്ടർ മൂന്നാമത്തെ ഇക്വേഷനിൽ അത് ആ ഫാക്ടർ മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി മൊത്തം 0 ആയി പോകും. വർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫുൾ ആയിട്ടുള്ള ഹീറ്റ് അവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ആ ഹീറ്റ് ഇനി മെറ്റീരിയൽസിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം അല്ലേ? എൻതാൽപ്പി എന്നുള്ള ഒരു പ്രോപ്പർട്ടി. സോ ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി എന്താണ്? അപ്പോൾ അതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി എന്നുള്ള മീനിങ് എന്താണ് ശരിക്കും? ഒരു വസ്തുവിൻ്റെ ഹീറ്റ് കണ്ടൻറ്റ്, ഒരു വസ്തുവിലുള്ള ഹീറ്റ് കണ്ടൻറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എൻതാൽപ്പി. സോ നമുക്ക് ഈ ഡെഫിനേഷൻ നോക്കാം. ദി ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റം at constant pressure is equivalent to the internal energy E plus the PV energy. അപ്പോൾ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിലുള്ള ഇൻറ്റേർണൽ എനർജി, അതിൻ്റെ കൂടെ തന്നെ അത് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രഷർ ആൻഡ് വോളിയം, ഈ ചേഞ്ചും കൂടെ ഉൾപ്പെടും. അപ്പോൾ ഇ പ്ലസ് പി വി, നമ്മൾ ഇ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ വേറൊരു പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇ വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യു പ്ലസ് പി വി എന്നായിരിക്കും. അപ്പോൾ എച്ച് ഇസ് ഇക്വൽ ടു യു പ്ലസ് പി വി അല്ലെങ്കിൽ ഇ പ്ലസ് പി വി. ഇ എന്നും പറയാറുണ്ട്, യു എന്നും പറയാറുണ്ട് ഇൻറ്റേർണൽ എനർജിക്ക്. എൻതാൽപ്പി എ ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. എന്താണ് കാരണം? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം അല്ലേ? അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓൺലി ആ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇൻ ദ ഇക്വേഷൻ 1 എബോവ് ഇ പി വി ആർ ഓൾ സ്റ്റേറ്റ് ഫങ്ഷൻസ്. ഇൻറ്റേർണൽ എനർജി സ്റ്റേറ്റ് ഫങ്ഷനാണ്, പ്രഷറും വോളിയം എല്ലാം തന്നെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. ഹെൻസ് എച്ച്, ദ വാല്യൂ ഓഫ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഇ പി വി must also be a state function. Hence its value is independent of the path by which the state of the system is changed. അപ്പോൾ നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് പ്രകാരമുള്ള ഡെഫിനിഷനിലേക്ക് വീണ്ടും വന്നു. The enthalpy of a system is defined as the sum of the internal energy of the system and its additional pressure volume energy. പ്രഷർ വോളിയം എനർജിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാഷ്യസ് സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സിലിണ്ടറിൽ എടുക്കുന്ന ഗ്യാഷ്യസ് സിസ്റ്റം ആണെങ്കിൽ അതിനൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അത് എന്താണ്, കുറച്ച് എനർജി അത് പ്രഷർ വോളിയം വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് അതിലുള്ള ഓൾറെഡി ഇൻറ്റേർണൽ എനർജി പിന്നെ കുറച്ച് ഹീറ്റ് എന്തിന് യൂസ് ചെയ്തു, വർക്കിന് വേണ്ടി യൂസ് ചെയ്തു. ദാറ്റ് ഇസ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു സിസ്റ്റത്തിന് ഇനീഷ്യൽ എൻതാൽപ്പി ഉണ്ട്, അതുപോലെ ഫൈനൽ എൻതാൽപ്പി ഉണ്ട്. ദെൻ ദ ഡിഫറൻസ് ഇൻ എൻതാൽപ്പിയിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു H2 മൈനസ് H1. അത് ഒരു ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണല്ലോ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ H2 മൈനസ് H1 എന്നാണ്. സോ H1 ആൻഡ് H2 ആർ ദ എൻതാൽപ്പീസ് ഓഫ് ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്കവിടെ വേറൊരു റിലേഷൻ പറയുന്നുണ്ട്. സപ്പോസ് വർക്ക് എക്സോതെർമിക് പ്രോസസ്സാണ്, അവിടെ നടക്കുന്ന പ്രോഗ്രാം എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ, എക്സോതെർമിക് അറിയാമല്ലോ, ഹീറ്റ് എവോൾവിങ് ടു ദി ഔട്ട്സൈഡ്. അങ്ങനെയാണെങ്കിൽ H2 എന്ന് പറയുന്നത് H1നേക്കാൾ കുറവായിരിക്കും, H2 H1നേക്കാൾ കുറവായിരിക്കും. അതുപോലെ ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് വിൽ ബി നെഗറ്റീവ്. ഫോർ ആൻ എൻഡോതെർമിക് പ്രോസസ്, ഒരു എൻഡോതെർമിക് പ്രോസസ് ആണെങ്കിലോ H2 is greater than H1, so delta H will be positive. അത് നമുക്ക് സിമ്പിൾ ലോജിക് കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം എൻതാൽപ്പി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. അപ്പോൾ എൻതാൽപ്പി ചേഞ്ചും ഇൻറ്റേർണൽ എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ അടുത്തായി പറയുന്നത്. അപ്പോൾ നോക്കൂ, കൺസിഡർ എ പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ പ്രഷർ നമ്മൾ മാറ്റം വരുത്തുന്നില്ല അല്ലേ? പ്രഷർ മാറ്റം വരുത്തുന്നില്ല. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രഷർ കൂടില്ലേ? ഒരു സിലിണ്ടറിൽ നമ്മൾ ഗ്യാസ് എടുത്തിരിക്കുകയാണ്, ഒരു പിസ്റ്റൺ ഉണ്ട്.
അതിനെ നമ്മൾ ഹീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് വർദ്ധിക്കും. ഹീറ്റ് വർദ്ധിക്കുമ്പോൾ ഉള്ളിലുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രഷർ വർദ്ധിക്കും. പക്ഷെ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി നിർത്താൻ എന്തേ വഴിയുള്ളൂ? വോളിയം കൂട്ടുക. വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? കൂടുന്ന പ്രഷർ നമുക്ക് കുറച്ച് വോളിയം കൂട്ടി കൊടുത്താൽ മതി, പ്രഷർ താനെ പഴയ പോലെ ആയിക്കോളും. Okay, let the enthalpy, internal energy and volume of the system change from their respective initial state. Initial values ഏതൊക്കെയാണ്? H1, U1 and V1. So നമുക്കത് അങ്ങനെ പറയാം. Enthalpy, internal energy and volume. ഇപ്പോൾ H1, U1, V1 ആണെന്നിരിക്കട്ടെ. അതിൻ്റെ ഫൈനൽ, സോ ആഫ്റ്റർ ആൻ എക്സ്പാൻഷൻ, അപ്പോൾ ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. സോ ആഫ്റ്റർ എക്സ്പാൻഷൻ ദി ഫൈനൽ വാല്യൂ ഓഫ് H2, U2 ആൻഡ് V2 അല്ലേ? U2 അപ്പോൾ ഹീറ്റ് കൂടി, ഇൻറ്റേർണൽ എനർജി കൂടി, വോളിയവും കൂടി. കാരണം നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടി നമുക്ക് അതേ മാർഗ്ഗമുള്ളൂ അല്ലേ? ഒരു സിലിണ്ടറിനുള്ളിൽ പ്രഷർ കൂടുമ്പോൾ ആ പ്രഷർ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വോളിയം കൂട്ടിയാൽ മതി. സോ നൗ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ H1 is equal to U1 plus PV1. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ H2 is equal to U2 plus PV2 അല്ലേ? PV2 പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് P1 V1 ഇല്ല അവിടെ. ഓൺലി വൺ പ്രഷർ അല്ലെ? ഒറ്റ പ്രഷർ ഉള്ളത് P1 V1 വരില്ല, P എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷെ വോളിയം, രണ്ട് വോളിയം ഉണ്ട്. കാരണം പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കാൻ നമ്മൾ വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ V1 ഉണ്ട്, V2 ഉണ്ട്. അതുപോലെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് വരുന്നുണ്ട്. സോ U1 ആൻഡ് U2. സോ അപ്പോൾ എൻതാൽപ്പിക്കും ചേഞ്ച് വരുന്നുണ്ട്, H1 ആൻഡ് H2. ഇനി നമ്മൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി പറയുകയാണെങ്കിൽ H2 മൈനസ് H1 ആണ്. സോ U2 മൈനസ് U1 പ്ലസ് P ഇൻറ്റു V2 മൈനസ് V1. സോ വി ഗോട്ട് ആൻ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി വി. ഇത് നമുക്ക് ചെറിയ ഒരു ഇക്വേഷൻ ആണെങ്കിലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു രണ്ടും വരുന്ന ഇക്വേഷൻ എന്താണ്? ആ റിലേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ഒന്നാമത്തെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ദ ഇനീഷ്യൽ സ്റ്റേജ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഫൈനൽ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആദ്യമുള്ള എൻതാൽപ്പി എന്തായിരുന്നു? ഫൈനൽ എൻതാൽപ്പി എന്തായിരുന്നു? രണ്ടിൻ്റെയുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. സോ ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. കാരണം പി എന്താ ഡെൽറ്റ വരാത്തെ? കാരണം പി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിരിക്കുക, അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കാൻ നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്യണം, ചേഞ്ച് ചെയ്യിക്കണം. സോ ദിസ് ഈസ് എ ഇക്വേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. So according to first law of thermodynamics, delta U is equal to Q plus W. ഈ ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ ആണ്. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. Q is equal to delta U minus W എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രഷർ വോളിയം വർക്ക് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സോ നമുക്കറിയാം, നേരത്തെ ഇക്വേഷൻ അറിയാം, W is equal to minus P dot delta V അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസാണ്. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം മാത്രം ചേഞ്ച് ചെയ്യുന്നു. ഇഫ് ദ ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ QP, ദെൻ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സോ ക്യൂവിന് പകരം QP എന്ന് കൊടുക്കും അല്ലേ? QP ഈസ് ഇക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യുവിന് പകരം എന്ത് ചെയ്യും? P ഡെൽറ്റ വി കൂടെ കൊടുക്കും അല്ലേ? മൈനസ് P ഡെൽറ്റ വി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക? സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കിട്ടും. സോ P ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. സോ ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു QP. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു QP എന്ന് കിട്ടും. നമുക്കറിയാം ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്താണ്? ഡെൽറ്റ എച്ച് ആണ്, എൻതാൽപ്പി ചേഞ്ച് ആണ്. അപ്പോൾ ആ ഒരു ഫുൾ റൈറ്റ് സൈഡിലെ ഫുൾ ഫാക്ടർ മാറ്റിയിട്ട് ഡെൽറ്റ എച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് താഴത്തേക്ക് വായിക്കാം. ഫോർ എ പ്രോസസ് ഇൻവോൾവിംഗ് നോ വർക്ക് അതർ ദാൻ എക്സ്പാൻഷൻ വർക്ക്, ദ എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നത്, ഈ ഒരു എക്സ്പാൻഷൻ ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ നമുക്കറിയാം P ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്ന ഫാക്ടർ എന്തായി മാറും? 0 ആയി മാറും. മീൻസ് ഡെൽറ്റ വി 0 അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ അല്ലേ? സപ്പോസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, സോ ദ ഹീറ്റ് വി ആർ ഗിവിങ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, സോ QV എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ് ഇവിടെ? ഡെൽറ്റ യു ഈസ് ഇക്വൽ ടു QV. ഡെൽറ്റ യു ഈസ് ഇക്വൽ ടു QV എന്ന് കിട്ടും. സോ ഡെൽറ്റ P ആക്ച്വലി എന്താണ്? ഡെൽറ്റ P ഈസ് ഇക്വൽ ടു QV പ്ലസ് P ഡെൽറ്റ വി എന്ന് കിട്ടും. സോ നമ്മൾ ഡെൽറ്റ യുവിന് പകരം എന്ത് കൊടുത്തു? ഡെൽറ്റ വി എന്ന് കൊടുത്തു. അപ്പം മുകളിലത്തെ ഈ ഏഴാമത്തെ ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏഴാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ QP ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P ഡെൽറ്റ വി എന്നാണ്. അവിടെ നമ്മൾ ഡെൽറ്റ യുവിന് പകരം QV എന്ന് കൊടുത്തു. അപ്പോൾ എന്താ കിട്ടുക? QP ഈസ് ഈക്വൽ ടു QV പ്ലസ് P ഡെൽറ്റ വി.
P delta V നമുക്ക് at constant volume ആകുമ്പോൾ delta V is equal to 0 ആയി. Okay, so enthalpy change in a reaction. അപ്പോൾ ഇനി ഒരു റിയാക്ഷനിൽ enthalpy ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. സോ enthalpy ചേഞ്ച് എന്ത് തന്നെയാണ്? പ്രോഡക്റ്റ് ഫൈനൽ enthalpy മൈനസ് ഇനീഷ്യൽ enthalpy. സോ ഇവിടെ ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ the enthalpy of a product minus enthalpy of a reactant. അപ്പോൾ അതാണ് എന്താണ് enthalpy of a reaction. So enthalpy of reaction എന്താണ്? If the process under consideration is a chemical reaction, the enthalpy change delta H is the difference in the enthalpies of the product and the reactant. So നമ്മൾ ഇക്വേഷനിലേക്ക് വരാം. delta RH, delta R എന്താണ്? reaction. That is equal to H product minus H reactant, that is equal to QP. അപ്പോൾ അത് നമുക്ക് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിൽ കൊടുക്കുന്ന ഹീറ്റ് തന്നെയാണ്. In such a case, delta H is referred to as enthalpy of reaction or heat of reaction at constant pressure. ഇതെല്ലാം ചെറിയ ചെറിയ റിലേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് താഴത്തേക്ക് നോക്കാം. Enthalpy of a reaction at a given temperature is defined as the enthalpy change produced when the number of moles of the reactants as shown in the stoichiometric equation for the reaction are completely converted into product. അപ്പോൾ enthalpy of a reaction definition പറയുന്നതാണ്. എന്താണ് enthalpy of a reaction definition? Enthalpy of a reaction at a given temperature is defined as the enthalpy change produced when the number of moles of a reactant, അല്ലെ, ഒരു റിയാക്റ്റൻസിലുള്ള number of moles as shown in the stoichiometric equation. ഇപ്പോൾ stoichiometric equation നമ്മൾ എഴുതുക. ഇപ്പോൾ വാട്ടറിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ 2H2 plus O2 നമ്മൾ 2H2 എന്ന് പറയുന്നതല്ല, അതുപോലെ. So stoichiometric equation for the reaction are completely converted into product. So for an exothermic reaction, delta RH will be negative, and for an endothermic reaction, delta RH will be positive. So since delta RU is equal to QV, so delta RU is referred to as the heat of reaction at constant volume. So നമ്മൾ നേരത്തെ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. So coming to the gas equation, PV is equal to nRT. For a reaction involving gaseous reactants, അപ്പോൾ gaseous conditionലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ ആ PV is equal to nRT ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. So PV1 is equal to N1 RT and PV2 is equal to N2 RT. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷറിലുമാണ്. വോളിയം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. So PV1 is equal to N1 RT and PV2 is equal to N2 RT. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്യുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസും ചേഞ്ച് ചെയ്യുന്നു. So the final reaction minus initial reaction എങ്ങനെ നോക്കാം? Final state divided minus initial state. P of V2 minus V1 is equal to N2 minus N1 RT. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? P into delta V is equal to delta Ng RT. G means gaseous state ആണ്. G is equal to gaseous state. So P into delta V is equal to delta Ng RT. So ഇങ്ങനെ ഒരു ഇക്വേഷൻ. And coming to the next equation, upon substitution, you see these equations എല്ലാം ഒന്ന് മാറ്റി മറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെൽറ്റ ആർ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ ആർ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇപ്പോൾ മുൻപുള്ള ഇക്വേഷൻ എല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് എൻതാൽപ്പിയിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, ഡെൽറ്റ എൻ ജി ആർ ടി, അത് പി വി എസ് എൻ ആർ ടിയുടെ ആ റിയാക്ഷൻ ഇവിടെ കൊണ്ടുവരികയാണ്. സോ ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി ആണെന്ന് ചോദിച്ചോളൂ. delta R for reaction at constant pressure, means heat given at constant pressure. So അപ്പോൾ internal energy എന്തായിരിക്കും? ആ റിയാക്ഷൻ internal energy is equal to നമുക്കറിയാം heat given at constant volume ആണ് internal energy എന്ന് പറയുന്നത്. So QP is equal to QV plus delta Ng RT. So this is the equation, final equation. So delta QP is equal to QV plus delta Ng RT. സോ നമുക്കിവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ദി എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിയിങ് ദ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ഈസ് കാൾഡ് ഇറ്റ്സ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ഇക്വേഷനാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, താഴെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കതൊന്ന് ഈ ഡെഫിനേഷൻസ് വായിച്ചോളൂ, പക്ഷെ വലിയൊരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണ്ട. The enthalpy change accompanying the complete combustion of 1 mole of a substance in excess of air or oxygen is called enthalpy of combustion. Okay, thank you.